ഹലോ ഗൈസ്, ഇന്ന് നമുക്കില്ലേ നല്ലൊരു എഗ് ബുർജി ഉണ്ടാക്കിയാലോ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും എൻ്റെ വക ഒന്നിരിക്കട്ടെ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാലോ, ഉണ്ടാക്കിയ പാടെ തന്നെ കഴിക്കാം. അല്ലെങ്കിലില്ല ചൂടുമായി ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കട്ടെ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. ഈ ഒരു പാൻ കണ്ടിട്ട് നിങ്ങൾ ഇരിക്കേണ്ട ചൊറിഞ്ഞ് പിടിച്ച എന്താ പറയുക പാനാണെന്ന് ഒരിക്കലല്ല കേട്ടോ. ഇവിടെ നമ്മുടെ കുടുംബശ്രീക്കാരുണ്ടല്ലോ, അവർ വിൽക്കാൻ കൊണ്ടുവന്ന ഫ്രൈ പാനാണ്, ഇരുമ്പിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഇങ്ങനെ കളർ മാറി മാറി വരുന്നത്, പക്ഷേ ചൊയയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഫ്രൈ പാന് ചൂടാക്കി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിലുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കുക, അതില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുന്നേ ഇല്ല, ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചതച്ചത് ചേർക്കാം കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നന്നായിട്ട് വന്ന എണ്ണയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത മണം വരും. ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. ഇനി അത് രണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള വാടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു സവാളൻ്റെ പരുവെന്ന് പറയുന്നത് ഒരുപാട് വാടിയിട്ട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു കളറ് മാറിയിട്ട് ആ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടിയാൽ മതിയാകും. അതിപ്പോൾ ഒരു 1-2 മിനിറ്റ് നമ്മൾ എന്താ പറയുക മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ തന്നെ അതൊന്ന് മാറിക്കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ സവാള ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ തക്കാളി വലിയ തക്കാളി ഒന്നുമല്ല, ഒരു മീഡിയം സൈസ് ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അങ്ങനെ ഇതാ പിന്നെ പച്ചമുളകെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 3 എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഒരു പിടി മല്ലിയിലയും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില തീർന്നു പോയതുകൊണ്ട് ഒരു പിടി കറിവേപ്പില ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ ഒരു ഉള്ളിൻ്റെയും തക്കാളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനാൽ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സംഭവങ്ങളൊക്കെ വാടിക്കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോയിലാക്കാം. അതിന് ശേഷം 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എരിവ് നമുക്ക് കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് കുറക്കൊന്നും വേണ്ട, അത് കറക്റ്റ് പാകമാണ്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ എന്നോട് ചേർക്കാൻ മറന്നുപോയി. എന്നിട്ട് മുട്ടയെല്ലാം ഇട്ട് തരാമെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് പൊടിയിടുന്ന നേരം മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. അങ്ങനെ പൊടികളുടെ പച്ചമണക്കം മാറി വന്നതിനാൽ നമുക്കിതിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു 5-6 പേർക്ക് നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു എഗ് ബുർജി. അങ്ങനെ ഇതാ മുട്ടയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ ഒരു എഗ് ബുർജി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയുക, അത് വേഗം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഓയിലൊന്നും ഒഴിച്ച് കളയരുത്. ഇതുപോലെ നന്നായിട്ടൊന്ന്
ചിക്കി എടുക്കുക കേട്ടോ. ആ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ആ ഒരു സമയമാകുമ്പോൾ നല്ല എല്ലാം നല്ലപോലെ മിക്സാവും ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഇട്ടിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇത് ചിക്കി എടുക്കുന്നോ അത്രത്തോളം നമ്മുടെ മസാലകളൊക്കെ എഗ്ഗിലേക്ക് മിക്സ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. നല്ല ഒരു വിട്ടുള്ള നല്ല പൊടി പോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുകയും ചെയ്യട്ടോ.